നീർമാതളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്നത്തെ കഥ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി. കതിരേശനോടൊപ്പം ഗോപാൽ യാദവ് ചെർക്കളയെന്ന് കയറിയിട്ടേയുള്ളൂ. കൂടെ 3 ബംഗാളി പയ്യന്മാരും. കത്തിച്ചു വിട്ടാലും ബസ് പൊയ്നാച്ചി എത്താൻ മിനിമം 10-20 മിനിറ്റെങ്കിലും എടുക്കും. അതുവരെ നമുക്ക് കലന്തൻ ഹാജിയെപ്പറ്റി സംസാരിക്കാം. പണ്ട് തളങ്കരയിൽ നിന്ന് ദുബായ് വരെ ഓടിച്ചു പോയ പാർട്ടിയാണ്. കഴിഞ്ഞ ജനുവരിയിൽ 86ആയി. ജീവിച്ചിരിക്കുന്ന 4 ഭാര്യമാരിൽ കുഞ്ഞുബീവിയെ മറന്നുപോയി എന്നല്ലാതെ ഹാജിയുടെ ഓർമ്മശക്തിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല. കലന്തന് 4 40 ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. ഹാജിഖാൻ ആമിനയിലുണ്ടായ മകൾ റുക്കിയയുടെ മകൻ റിസ്വാൻ അമേരിക്കയിൽ കാർഡിയാക് സർജനാണ്. അവൻ്റെ നിക്കാഹ് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ഒരു സൽക്കാരമെങ്കിലും നടത്തി നാട്ടുകാർക്ക് ഇത്തിരി ബിരിയാണി കൊടുക്കാമെന്ന് വല്ലുപ്പിക്കൊരു പൂതി. 86ആയില്ലേ, ഇനി ആ ഹാജത്ത് നടക്കാതെ മൂപ്പര് മയ്യത്തായാൽ പിന്നെ അത് മനസ്സിലെന്നും ഒരു ബേജാറായി കിടക്കുമെന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ട് റിസ്വാൻ സമ്മതിച്ചു. ഇന്ന് വൈകുന്നേരം 6-നും 9-നും ഇടയ്ക്കാണ് റിസപ്ഷൻ. ഈ കാണുന്നതാണ് കലന്തൻ ഹാജിയുടെ പൊരയല്ല, കൊട്ടാരം. താൽക്കാലികമായി ഉണ്ടാക്കിയ പന്തലിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് വീട് വരെ എത്താൻ കുറേ നടക്കണം. 4000 ആൾക്കാർ സംബന്ധിക്കുന്ന ചടങ്ങാണ്. വെള്ളത്തുണി കൊണ്ട് പൊതിഞ്ഞ മേശകളും കസേരകളും. വിദേശത്തു നിന്നെങ്ങാണ്ട് ഇറക്കുമതി ചെയ്ത പ്രത്യേക പൂക്കൾ കൊണ്ടാണ് വേദി ഉണ്ടാക്കുന്നത്. സൽക്കാരം കഴിഞ്ഞാലും ആ വേദിയെപ്പറ്റി നാട്ടുകാർ കുറേ കാലത്തേക്ക് പറഞ്ഞു നടക്കും എന്നൊക്കെ നാമൂസ് വിട്ടുകൊണ്ട് ഹാജിയുടെ വിശ്വസ്തനും സ്ഥലക്കച്ചവടത്തിലെ മുഖ്യ പങ്കാളിയുമായ അസൈനാർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കെന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ മൊബൈലെടുത്ത് രാമചന്ദ്രൻ്റെ നമ്പർ ഡയൽ ചെയ്തു. പൊയ്നാച്ചിയിലെ ഒരു കച്ചവടക്കാരനാണ് രാമചന്ദ്രൻ പെരുമ്പള. സ്റ്റേഷനറി, പത്രം, ആഴ്ചപ്പതിപ്പുകൾ, സർബത്ത്, സിഗരറ്റ്, മുറുക്കാൻ എന്നുവേണ്ട സകല സാധനങ്ങളും കിട്ടുന്നൊരു കട. നാഷണൽ ഹൈവേയിലെ സാമാന്യം തിരക്കേറിയ ആ ജംഗ്ഷനിൽ എത്തുന്ന ഏതാണ്ട് എല്ലാവർക്കും രാമചന്ദ്രനെ അറിയാം. മാസക്കുറിയുടെ പണം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ കരുതേണ്ട ടോർച്ച്, തപാൽ കവറുകൾ, എങ്ങോട്ട് പോകുന്നു, എപ്പോൾ വരും എന്നൊക്കെ ഒരു വേള ഭാര്യമാരോട് പോലും പങ്കുവയ്ക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ, അങ്ങനെ വിനിമയങ്ങളുടെ ശാഖോപശാഖകളായി നിലകൊള്ളുന്ന ഒരു ടവറാണ് രാമചന്ദ്രൻ. അയാൾ ഹസൈനാർച്ചയുടെ ഫോൺ അറ്റൻഡ് ചെയ്തതും കൃത്യസമയത്ത് ശുക്രിയ ബസ് പൊയ്നാച്ചി ജംഗ്ഷൻ വന്നു നിന്നു. അതിൽ നിന്ന് ആദ്യം കതിരേശനും പിന്നെ ബംഗാളികളും ഏറ്റവും ഒടുവിൽ ഗോപാൽ യാദവും ഇറങ്ങി. ബംഗാളികൾ 3 പേരും റോഡ് മുറിച്ചു കടന്ന് നമസ്കാർ പറഞ്ഞതും തൂഫാൻ ചേർത്ത് നന്നായി തിരുമിയ മാവയുടെ 3 കിഴികൾ എടുത്ത് രാമചന്ദ്രൻ അവർക്ക് നീട്ടി. പതിവ് പോലെ ഓരോന്നുള്ളു വാരി അവർ വായിൽ വെച്ചു. വിരലിൻ്റെ അറ്റം ജീൻസിൽ തുടച്ചു. അപ്പോഴേക്കും പിക്കപ്പ് വാനിൽ ഒരു തടിയൻ അവരെയും വിളിച്ച് പെരിയ ഭാഗത്തേക്ക് പോയി. ഒരല്പം കഴിഞ്ഞപ്പോൾ പ്ലംബിങ്ങിൻ്റെ പണിയുണ്ടെന്നും പറഞ്ഞ് രാത്രി ഫോണിൽ വിളിച്ച തോമാച്ചൻ്റെ ജീപ്പ് വന്ന് കതിരേശിനു മുന്നിൽ ഹോണടിച്ചു. അയാളും പോയതോടെ ഗോപാൽ യാദവ് തീർത്തും ഒറ്റപ്പെട്ടു. അയാളുടെ മുതുകത്ത് വീണുകിടന്ന ഇളം വെയിൽ വലുതായിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായി ഉളിയത്തൊടുക്കയിലായിരുന്നു അയാൾ, കതിരേശൻ്റെ അളിയൻ അണ്ണാമലയ്ക്കൊപ്പം. അവിടെ വർക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ പുറം പണിയൊഴിച്ച് വേറൊന്നും വശമില്ലാത്ത ഗോപാൽ യാദവിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ ചൊറിയും കുത്തിയിരിക്കുമ്പോഴാണ് അണ്ണാമല കതിരേശൻ്റെ കാര്യം പറയുന്നത്. നേരെ ചെർക്കളയിലേക്ക് ചെന്നു. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുമ്പോൾ വിദ്യാനഗർ കഴിഞ്ഞാൽ കിട്ടുന്ന തരക്കേടില്ലാത്ത ടൗൺ. അതുകൊണ്ട് തന്നെ ഉളിയത്തടുക്കളയിതുപോലെ പണിയില്ലെന്നും പറഞ്ഞ് ഈച്ചയടിക്കേണ്ടി വരില്ലെന്ന് കതിരേശനും ഉറപ്പു തന്നു. ഇപ്പോൾ കതിരേശൻ്റെ ഒറ്റമുറി വീടിൻ്റെ പിന്നാമ്പുറത്തെ ചായ്പിലിട്ടിരിക്കുന്ന ബെഞ്ചിലാണ് കിടപ്പ്. മഴക്കാലത്തിന് മുൻപ് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണം. റൂമിനൊക്കെ 5000 ഒക്കെയാണ് പകീട് ചോദിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വരുന്നതുവരെ ഒരു മീഠാപ്പാൻ വാങ്ങി ചവയ്ക്കാമെന്ന് വിചാരിച്ച് കടയിലേക്ക് കയറിയപ്പോൾ രാമചന്ദ്രൻ ചോദിച്ചു, ഇതർ നയാ ഹേത്തും? ഹാ ബായ്, വെറ്റിലയുടെ ഞരമ്പെടുത്ത് കളയുന്നതിനിടയിൽ രാമചന്ദ്രൻ ചോദിച്ചു. കിതർ ഖാത്തൂം? ബീഹാർ. ഓ, അപ്നാ ലാലൂജി കാ ദേശീയനാ? ഗോപാൽ യാദവ് ചിരിച്ചു. അപ്പോൾ അയാളുടെ കീഴ്ത്താടിയിലെ പല്ലുകളിൽ പ്രധാനപ്പെട്ട 3 കൊഴിഞ്ഞു പോയിരിക്കുന്നത് രാമചന്ദ്രൻ കണ്ടു. തും കിത്നാ സാൽ ഹോ ഗയാ ഇധർ? 7. ഗോപാൽ മീഠാപ്പാൻ വായിലിട്ടു. അബി തും മലയാളി സിക്ക? അയാൾ വെറ്റിലയുടെ നീര് വലിച്ചു ഊറ്റിക്കൊണ്ട് പഠിച്ചു എന്ന് തലയാട്ടി. ഒരു പണി തരാം, ചെയ്യോ? ചെയ്യാം എന്നയാൾ വീണ്ടും തലയാട്ടി. ചുണ്ണാമ്പ് പറ്റിയ വിരൽ തുണിയിൽ തുടച്ച് രാമചന്ദ്രൻ മൊബൈൽ എടുത്തു.
ഹസൈൻ ആർച്ചയെ വിളിച്ചു കാര്യം പറഞ്ഞു. അർജൻറ്റായിട്ട് കലന്തൻ ഹാജിയുടെ പെരയിലേക്ക് ഒരു പണിക്കാരനെ കിട്ടുമോ എന്നാണ് നേരത്തെ ശുക്രിയ ബസ് വന്നു നിന്നപ്പോൾ ഫോണിലൂടെ ഹസൈൻ ആർച്ച ചോദിച്ചത്. അരമണിക്കൂറിനുള്ളിൽ ഹസൈൻ ആർച്ചയുടെ ഫോർച്യൂണർ വന്നു. വണ്ടിയിൽ നിന്നിറങ്ങി. സാധാരണ ചെയ്യാറുള്ളതുപോലെ ട്രൗസറിൻ്റെ കീശയിൽ കൈയിട്ട് തുടയ്ക്കും വൃഷണസഞ്ചിക്കുമിടയിൽ ചൊറിഞ്ഞുകൊണ്ട് ഹസൈൻ ആർച്ച രാമചന്ദ്രൻ്റെ കടയിലേക്ക് വന്നു. രാമചന്ദ്രൻ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത് തൻ്റെ നേരെ ഭവ്യതയോടെ തൊഴുതു നിൽക്കുന്ന മധ്യവയസ്കനാണെന്ന് ഹസൈൻ ആർച്ചയ്ക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. 250 രൂപ തരും, റെഡിയാണോ? ഗോപാൽ യാദവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ ഹസൈൻ ആർച്ച പറഞ്ഞു. സാബ് 350 കൊടുക്ക് സാബ്. എടോ, മലയാളിക്ക് 600, തമിഴന് 500, ബംഗാളിക്ക് 350, ബീഹാറിക്ക് 250. അതാണ് ഈടത്തെ ഒരു റേറ്റ്. 4-5 മണിക്കൂറിൻ്റെ പണിയേ ഉള്ളൂ. മണിക്കൂറിന് 54 ജാസ്തി തരാൻ ഞമ്മളെ കൊണ്ടാവില്ല. പറ്റുമോ ഇല്ലയോ അത് പറ. ഹസൈൻ ആർച്ച ഒരു വീൽസ് എടുത്ത് കത്തിച്ചു. അല്ല, എന്തേണ് ഹസൈൻ ആർച്ചേ, ഭയങ്കര പരിപാടിയാണെന്നല്ലോ കേൾക്കണത്. ബിരിയാണി ഉണ്ടാക്കാൻ ഹൈദരാബാദിൽ നിന്നും അബുദാബിയിൽ നിന്നുമൊക്കെ ആളെ കൊണ്ടുവന്നിട്ടിക്കൊണ്ടെന്ന് കേട്ടു, രാമചന്ദ്രൻ ചോദിച്ചു. വെറും ബിരിയാണിയല്ല, കുഴിമന്തി വരെ ഉണ്ടാക്കണം മോനെ. ഇത് ഈടത്തെ ലോക്കൽ ഇച്ചാമാരെ മംഗലത്തുനിന്ന് കിട്ടുന്ന ചല്ലുപുല്ല് ബിരിയാണിയല്ല, ഒന്നാന്തരം ബസ്മതി അരിൻ്റെ ബിരിയാണിയാ. പഞ്ചാബിൽ നിന്ന് ഒരു ലോഡ് അങ്ങനെ തന്നെ ഇറക്കി. ഒരു ലോഡോ? രാമചന്ദ്രന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നലെ മോന്തിക്ക് ലോറി വന്ന് പൊരേൻ്റെ മുമ്പിൽ നിർത്തിയപ്പോൾ എൻ്റെ രാമചന്ദ്ര, നീ പറഞ്ഞാൽ വിശ്വസിക്കൂല, മുല്ല പൂത്ത പോലെ ആ നാടിടിയിൽ മണത്തു. ആ വാസന ഇപ്പോഴും എൻ്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അതാണ് ബസ്മതി. 100 രൂപ കൂട്ടി ചോദിച്ചെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഹസൈൻ ആർച്ചയുടെ ഫോർച്യൂണറിൻ്റെ പിൻസീറ്റിൽ ഗോപാൽ യാദവും ഉണ്ടായിരുന്നു. പള്ളിക്കരയിലേക്കുള്ള റോഡിൽ കയറിയതും അയാളോട് ഹസൈൻ ആർച്ച ചോദിച്ചു. ഗോപാല, നീ ബീഹാറിലാണോടാ? ലാൽ മാത്തിയ, അയാൾ പറഞ്ഞു. ആടെ എന്തിരുന്ന പണി? ഗോപാൽ യാദവ് ലാൽ മത്തായിലെ രാജ്മഹൽ കോൾ മൈനിങ്ങിനെ പറ്റി പറഞ്ഞു തുടങ്ങി. ഖനനം നിർത്തി കമ്പനി വിട്ട സ്ഥലങ്ങളിൽ 2ാം തരം കൽക്കരി കുറേ ഉണ്ടാവും. നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നാട്ടുകാർ അത് വാരാൻ തുടങ്ങും. അധികവും പെണ്ണുങ്ങളാണ്. അവിടെ വെച്ചാണ് ഗോപാൽ മാതങ്കിയെ കാണുന്നത്. ലാൽ മാത്തിയിൽ നിന്നും 250 കിലോ കൽക്കരി സൈക്കിളിൽ വെച്ച് ഗൊദ്ദ വരെ 40 കിലോമീറ്റർ തള്ളിക്കൊണ്ടു പോകണം. ചിലപ്പോൾ ആ പോക്ക് വീണ്ടും 20 കിലോമീറ്റർ വരെ നീളും. ബാങ്ക് വരെ. ഡെയിലി 10 രൂപ വെച്ച് കിട്ടും. പടച്ചോനെ, 10 റുപ്യോ? ഹസൈൻ ആർച്ച തലയിൽ കൈവച്ചു. 150 കിട്ടും, ഗോപാൽ യാദവ് പറഞ്ഞു. അതിന്ന് പോലീസുകാരുടെ രംഗധാരിയും ഗുണ്ടാപ്പിരിവും പിന്നെ സൈക്കിളിൻ്റെ ട്യൂബ് മാറ്റൽ, ബോൾ ബെയറിങ്ങിൻ്റെ പണി, അതൊക്കെ കഴിയുമ്പോഴേക്കും കയ്യിൽ ബാക്കി 10 കാണൂ സാബ്. എന്നിട്ടാണോ നീ എന്നോട് 100 റുപ്യ കൂട്ടി ചോദിച്ചത്? ഹസൈൻ ആർച്ച തല തിരിച്ച് ഗോപാൽ യാദവിനെ ദേഷ്യത്തോടെ നോക്കി. നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലായി? സുബേറെ, 12 സാൽ. നമ്മൾ ഒരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതേ തോതിലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോയിരിക്കുകയില്ലെങ്കിലും വേണം. അല്ലാത്തവരോട് നമ്മളത് പറയരുത്. പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരു കുറ്റവാളിയോ കോമാളിയോ ആയിത്തീരും. ഇതൊക്കെ എന്നേ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. രംഗധാരി പിരിച്ചെടുക്കുമ്പോൾ എത്ര വട്ടം പോലീസുകാരുടെ കാൽക്കൽ വീണിട്ടുണ്ട്. അവർ ഒരിഴജന്തുവിനെ പോലെ കുടഞ്ഞു എന്നല്ലാതെ പിരിവിൽ ഒരിക്കലും ഒരിളവ് തന്നിട്ടില്ല. വണ്ടി അപ്പോഴേക്കും കലന്തൻ ഹാജിയുടെ പുരയുടെ മുമ്പിലെത്തി. കാറ്റിൽ ബസ്മതി അരിയുടെ സുഗന്ധം. ലാൽ മത്തായിൽ ഷുക്കൂർമയുടെ കടയിൽ വെച്ചാണ് ഗോപാൽ യാദവിന് മാതങ്കി ആദ്യമായി ഈ അരി കാണിച്ചു കൊടുക്കുന്നത്. അവൾക്കന്ന് 6ാം മാസമായിരുന്നു. ചാക്കിൽ നിന്നും ഒരു പിടിവാരി മൂക്കിനു നേരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വാസനയേറ്റ് അവളുടെ കണ്ണുകൾ പതുക്കെ ഒന്നടഞ്ഞു. തങ്ങളെപ്പോലുള്ളവർക്ക് അത് വില കൊടുത്തു വാങ്ങി ഉണ്ണാൻ പറ്റില്ലെന്നവൾക്കറിയാം. എങ്കിലും അയാൾ നിരാശപ്പെടുത്തിയില്ല. 50 ഗ്രാം തൂക്കിത്തരാൻ ഷുക്കൂർ മിയയോട് പറഞ്ഞു. തിരിച്ചു വീട്ടിലെത്തും വരെ അവൾ അത് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു. അരിമാവ് പശുവിൻ പാൽ പോലെ അവളുടെ കടവായിലൂടെ ഒഴുകി വന്നപ്പോൾ അത് തുടയ്ക്കാൻ സമ്മതിക്കാതെ ഗോപാൽ ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒരു പശുക്കുട്ടിയെ കാണുന്നത് പോലെ. ഗോപാൽ യാദവിൻ്റെ പിന്നിൽ കൈകൊണ്ട് ആരോ തട്ടി. നോക്കിയപ്പോൾ ഒരു പയ്യൻ. 10-20 വയസ്സുണ്ട്. അവൻ മുന്നിൽ നിന്നപ്പോൾ അത്രൻ്റെ കുപ്പി വീണ് പൊട്ടിയതുപോലെ ഗോപാൽ യാദവിന് തോന്നി. അരേ ഭായ്, തും മേരാ സാത്ത് ആവോ? കയ്യിലെ പിക്കാസും കൈക്കോട്ടും ഗോപാലിനെ ഏൽപ്പിച്ച് അവിടെ കിടന്ന കാറിൻ്റെ ഗ്ലാസ്സിൽ മുകളിലോട്ടൊരു പ്രത്യേക രീതിയിൽ ചീകിവെച്ച തൻ്റെ കോലൻ മുടിയുടെ കിടപ്പ് നോക്കി അതിൽ സംതൃപ്തനായി സ്വയം ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ
കലന്തൻ ഹാജിയുടെ മൂന്നാമത്തെ ഭാര്യ ഫാത്തിമയിലുണ്ടായ താഹയുടെ മകൻ സിനാൻ മുന്നോട്ട് നടന്നു. ആ ഭാഗം മുഴുവൻ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പാകത്തിൽ ചെത്തിമിനുക്കി വെച്ചിരിക്കുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ തെങ്ങിൻതോപ്പിൽ പച്ചപ്പുല്ലുകൾ വളർന്ന ഒരിടം നോക്കി പയ്യൻ പറഞ്ഞു, ഈട മതി, ഈട കുയിച്ചോ ബൈ. തന്നെ വിളിച്ചുകൊണ്ട് വന്നത് വലിയൊരു കുഴിയെടുക്കാനായിരുന്നുവെന്ന് അപ്പോഴാണ് ഗോപാൽ യാദവിന് മനസ്സിലായത്. ആഴം? ബായിയുടെ ആയം മതി. സിനാൻ അവൻ്റെ അസഖ്യം കാമുകിമാരിൽ ഒരാളായ റിയ റാഫിക്ക് ഒരു വാട്സപ്പ് സന്ദേശം നൽകുന്നതിനിടയിൽ പറഞ്ഞു. വീതി? ബായിയുടെ വീതി മതി. ഗോപാൽ യാദവ് പിക്കാസിൻ്റെ മുനവെച്ച് മണ്ണിൽ വെറുതെ ഒന്ന് വരഞ്ഞു. വേനൽ ആരംഭിച്ചെങ്കിലും വെയിലിനെ മണ്ണിലേക്ക് വിടാതെ നിർത്തുന്ന തെങ്ങോലകൾക്ക് നന്ദി പറഞ്ഞു. മണ്ണിൻ്റെ ഇരിപ്പ് വെച്ച് നോക്കുമ്പോൾ വൈകുന്നേരത്തോടെ ഒരാൾ പൊക്കവും വീതിയുമുള്ള ഒരു കുഴിയുണ്ടാക്കാൻ പറ്റും. അയാൾ പണി തുടങ്ങി. അതിനിടയിൽ തന്നെക്കുറിച്ച് ചുരുക്കം ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പയ്യൻ ഗൂഗിളിൽ കയറി നേരെ ലാൽമത്തിയിലേക്ക് പോയത് ഗോപാൽ അറിഞ്ഞില്ല. ബീഹാറിൽ ലാൽമത്തി എന്ന പ്ലേസ് ഒന്നും ഇല്ലല്ലോ ബായി, അവൻ പറഞ്ഞു. മണ്ണിൽ തറഞ്ഞു കയറിയ പിക്കാസ് വലിച്ചെടുക്കാതെ ഗോപാൽ യാദവ് സിനോനു നേരെ നോക്കി. ലാൽ മാത്തിയ ബീഹാറിലാണ്. യേ മേരാ ഗാവ് ഹേ. തും ജോക്ക് മത് ബോലോ. അത് ജാർഖണ്ഡിലാണ് ബായി, ദാ നോക്ക്. മരിച്ചുപോയ ഒരാളുടെ മുഖത്തെ വെള്ളത്തുണി മാറ്റുന്നത് പോലെ മൊബൈൽ സ്ക്രീൻ നീക്കി സിനാൻ ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിൽ പോയി കിടക്കുന്ന ലാൽ മാത്തിയെ ഗോപാലിന് കാണിച്ചു കൊടുത്തു. തന്നെപ്പോലെ തൻ്റെ നാടും ബീഹാർ വിട്ടിരിക്കുന്നു. അയാൾ കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. പിന്നെ പുറത്തേക്ക് മെല്ലെ വിട്ടു. സ്നേഹമുള്ളവർ മരിക്കുമ്പോഴൊക്കെ അയാൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഗോപാൽ യാദവ് മണ്ണിൽ ഉറഞ്ഞു കിടക്കുന്ന പിക്കാസ് പൊക്കി. അപ്പോൾ അടർന്നു വന്ന നനഞ്ഞ മൺകട്ടയിൽ അയാൾ ബീഹാറിനെ സങ്കല്പിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അരിശത്തോടെ പിക്കാസിൻ്റെ കടകൊണ്ട് മൺകട്ടയിൽ ആഞ്ഞടിച്ചു. അതൊരു തലയോട്ടിയെപ്പോലെ രണ്ടായി ചിതറി. ഒന്ന് ബീഹാറും മറ്റേത് ജാർഖണ്ഡും. ഇതിലെവിടെയാണ് ഞാൻ? അയാൾ സ്വയം ചോദിച്ചു. പിന്നീടൊന്നും ഓർമ്മയില്ല. അവർ നിരനിരയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാദവർ, കൊയേറികൾ, സാന്താൽമാർ. പെഡൽ അഴിച്ചുവെച്ച ഓരോ സൈക്കിളിൻ്റെ ബാറിലും 250 കിലോ വീതം കൽക്കരിയുണ്ട്. ദുർഘടമായ മലമ്പാതയിലൂടെ ഒരു കയറ്റം കയറുകയാണ്. കിതയ്ക്കുന്നുണ്ട്. വായു വന്നു നിറഞ്ഞ ശ്വാസകോശം വാരിയെല്ലുകൾ തകർത്ത് പുറത്തു വരുമെന്ന് ഗോപാലിന് തോന്നി. പുഴുങ്ങിയ പച്ചക്കറികൾ ചേർത്ത ഇത്തിരി ചോറല്ലാതെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. തല കറങ്ങുന്നതുപോലെ മുന്നിൽ നടന്ന മഞ്ജിനോട് പറഞ്ഞു. എന്തുപറ്റി എന്ന് ചോദിക്കും മുമ്പ് കെട്ടഴിഞ്ഞു വീണ കൽക്കരിക്കൊപ്പം അയാൾ ചെങ്കുത്തായ മലയിലൂടെ താഴേക്ക് വീണുപോയി. ചുറ്റിലും ഇരുട്ടാണ്. സമയം എത്രയായി കാണും? കുഴിയുടെ ആഴവും വലിപ്പവും കണ്ടപ്പോൾ ഗോപാൽ യാദവിന് തന്നെ അതിശയം തോന്നി. പാർക്കിങ്ങിൽ നിന്ന് വണ്ടികൾ അകന്നു പോകുന്ന ശബ്ദം. വിരുന്നൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ബഹളങ്ങളൊന്നും കേൾക്കാനില്ല. അയാൾ കുഴിയിലെ പച്ചമണ്ണിൽ മലർന്നു കിടന്നു. അപ്പോൾ കാറ്റിലാടുന്ന കിളിയോലക്കുള്ളിലൂടെ നിലാവിൻ്റെ ഒരു കീറ് കുഴിയിലേക്ക് വന്നു. കൂടെ സിനാനും. കോരിയിട്ട മണ്ണിനുമേൽ കാലുകൾ അമർത്തിവെച്ച് അവൻ ചോദിച്ചു, ഹോഗയാ ഹാജി? ഗോപാൽ യാദവ് എഴുന്നേറ്റു. സിനാൻ കൈകൾ നീട്ടി. അതിൽ പിടിച്ച് മുകളിലെത്തിയതും എവിടെ നിന്നോ 3-4 പേർ ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ടുവന്ന് കുഴിയിലേക്ക് കമഴ്ത്തി. എല്ലിൻ കഷ്ണങ്ങളോട് കൂടിയ ബിരിയാണി ഒരു കുന്നുപോലെ ഇടിഞ്ഞു വീഴുന്നത് ഗോപാൽ യാദവ് നെഞ്ചിടിപ്പോടെ നോക്കി. ഒരു മൺകൂനക്കുള്ളിൽ നിന്നെന്ന പോലെ അയാൾ തല പൊക്കിയപ്പോൾ വീണ്ടും ഒരു വീപ്പ കൂടി വന്നു. അതിനുശേഷം വന്നതൊന്നും അയാൾ എണ്ണി നോക്കിയില്ല. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ഒരു ചെമ്പ് കൂടി വന്നു. എച്ചിൽ കൊണ്ട് കുഴി നിറഞ്ഞു. ഇനി അതെല്ലാം ചവിട്ടി ലെവലാക്കിക്കോ, പയ്യൻ പറഞ്ഞു. ഗോപാൽ യാദവ് കുറച്ചുനേരം മിണ്ടാതെ കുഴിയുടെ വക്കിൽ തന്നെ നിന്നു. ചവിട്ടി അമൃതുബായി, സിനാൻ ഒച്ചവെച്ചു. മണി 11 ഗോപാൽ യാദവ് കാലുയർത്തി. കിടക്കുന്നത് ബസ്മതിയാണ്. ചവിട്ടുബായി, സിനാൻ വീണ്ടും ഒച്ചവെക്കുന്നു. ചവിട്ടി, നെഞ്ചത്തു തന്നെ ചവിട്ടി. ആദ്യം ഒരു കരച്ചിൽ കേട്ടു. പിന്നെ അതൊരു ഞെരുക്കമായി. ഒടുവിൽ അതും ഇല്ലാതായി. ഇനി മൂടിക്കോ. തൊലിച്ച് കാൽപാദങ്ങളിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാലിനോട് സിനാൻ പറഞ്ഞു. ഒരു കൈക്കോട്ട് മണ്ണുകോരി കുഴിയിലിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് മൊബൈലിൽ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ബായിക്ക് എത്ര മക്കളാ? ഒരു മോള്. എന്താ പേര്? ബസ്മതി. നിക്കാഹ് കഴിഞ്ഞോ? ഇല്ല. അത് കേട്ടതും മൊബൈലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് സിനാൻ പ്രതീക്ഷയോടെ ഗോപാൽ യാദവിനെ നോക്കി. പഠിക്കുകയാണോ? അല്ല. പിന്നെ? മരിച്ചു. മരിച്ചോ? വലിയൊരു ആഘാതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അങ്ങനെയൊരു ഉത്തരം സിനാനെ ലേശം തളർത്തി. എങ്ങനെ? അവൻ ചോദിച്ചു. വിശന്നിട്ട്.
ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണുകൂടി ബസ്മതിക്കുമേൽ കൊത്തിയിട്ടു. പിന്നെ കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. വായന ഇഷ്ടമായെങ്കിലും വായനയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.